ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരു മാറ്റാം എന്ന് സംബന്ധിച്ച് അണിയറ പ്രവർത്തകർ ജാനകി എന്നത് ജാനകി വി എന്ന് മാറ്റും. ദിവസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് പേര് മാറ്റണമെന്ന സെൻസർ ബോർഡ് സമ്മർദ്ദത്തിന് നിർമ്മാതാക്കൾ വഴങ്ങിയത്. കോടതി രംഗങ്ങളിൽ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യാമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. സിനിമയെ ബാധിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളെ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പ്രായോഗികമായിട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. 2 സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണമെന്നുള്ള ഡിമാൻഡ് CBFCയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സീനുകൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സാധ്യമല്ല എന്ന് പ്രൊഡക്ഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. എന്റെ കൂടെ തന്നെ നിന്ന് ആ സീനിന്റെ എത്രത്തോളം ആവശ്യകത സിനിമയിലുണ്ടെന്ന് മനസ്സിലാക്കി പ്രൊഡ്യൂസേഴ്സ് തന്നെ അത് പറ്റില്ല എന്നൊരു തീരുമാനം എടുത്തു. എഡിറ്റ് ചെയ്ത സിനിമയുടെ സർട്ടിഫിക്കറ്റ് 3 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചു. കോടതിയിൽ നടന്നത് സമവായം മാത്രമാണെന്നും നീതി ലഭിച്ചിട്ടില്ലെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ആദ്യം നിർദ്ദേശിച്ചത് ഏതാണ്ട് 96ഓളം കട്ടുകളാണ്. ജാനകി എന്ന കഥാപാത്രത്തിൻ്റെ പേര് സിനിമയിൽ റീനെയിം ചെയ്യണം CBFCയുടെ നിലപാട്. ആ നിലപാടിൽ നിന്നൊക്കെ അവർ ബഹുദൂരം പുറകോട്ട് പോയി. ചെറുത്തുനിൽപ്പിന് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. മലയാള സിനിമാ വ്യവസായം ഒന്നടങ്കം ഒറ്റ മനസ്സോടെ ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പോരാട്ടം നടത്തി. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് CBFC അവരുടെ ആദ്യ ഉയർത്തിയ വാദങ്ങളിൽ നിന്ന് ഒരുപാട് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത്. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഒടുവിൽ പേരുമാറ്റത്തിന് വഴങ്ങുന്നു അണിയറ പ്രവർത്തകർ. ഇനി കോടതി ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരിക? റിലീസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു സമവായത്തിലേക്ക് പോകുന്നു എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയത്. 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് സെൻസർ ബോർഡ് ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ചത്. അതിൽ ആദ്യത്തേത് ഈ സിനിമയുടെ പേര് JSK എന്ന പേര് അംഗീകരിക്കുന്നു. പക്ഷേ സബ് ടൈറ്റിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതിന് പകരം വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നോ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ആക്കണം. ഒപ്പം തന്നെ സിനിമയ്ക്കുള്ളിൽ ജാനകി എന്ന പേര് പരാമർശിക്കുന്ന 2 ഇടങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്രോസ് എക്സാമിനേഷൻ നടക്കുന്ന സമയത്തുള്ള 2 സമയങ്ങളിൽ ഈ പേര് മ്യൂട്ട് ചെയ്യണം. ഈ 2 നിർദ്ദേശങ്ങളാണ് സെൻസർ ബോർഡ് പ്രദർശനാനുമതിക്ക് വേണ്ടി മുമ്പോട്ട് വെച്ചത്. ഈ 2 വാദങ്ങളും നിലവിൽ അണിയറ പ്രവർത്തകർ അംഗീകരിക്കുകയായിരുന്നു. ആദ്യം സിനിമയുടെ പേര് മാറ്റാനാവില്ല, ട്രെയിലർ അടക്കം പുറത്തിറക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ പ്രചാരണം അടക്കം നടത്തിയത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിലാണ്. തുടങ്ങിയ വാദങ്ങളൊക്കെ ഈ സിനിമ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായെങ്കിലും ഏറ്റവും ഒടുവിൽ അവർ ഈ സെൻസർ ബോർഡിന് വഴങ്ങുകയായിരുന്നു. സെൻസർ ബോർഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ അംഗീകരിക്കുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം 27-ാം തീയതിയാണ് സിനിമയുടെ റിലീസ് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ OTT പ്ലാറ്റ്ഫോമിലടക്കം ചിത്രത്തിന്റെ വിൽപ്പന നടന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അതടക്കം നീണ്ടുപോകേണ്ടതില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് സിനിമ അണിയറ പ്രവർത്തകർക്കുണ്ടാകും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമവായത്തിലേക്ക് പോകാം എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. ഒരു തരത്തിലും സിനിമയുടെ കോണ്ടന്റിനെ ഇത് ബാധിക്കില്ല എന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ മ്യൂട്ട് വരുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് ഒരല്പം ആശങ്കയുള്ളത്. സിനിമയുടെ റീ എഡിറ്റഡ് വെർഷൻ, അതായത് പുതിയ വെർഷൻ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും. അതിനുശേഷം അത് സെൻസറിങ്ങിന് വിടും. 3 ദിവസത്തിനുള്ളിൽ സെൻസർ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് നൽകി സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ കോടതിയിൽ ഉയർന്ന വാദമുഖങ്ങൾ നമ്മൾ കേട്ടതാണ്. ഈ CBFC മുന്നോട്ട് വെച്ച ഒട്ടേറെ വാദങ്ങളുണ്ടല്ലോ. കേട്ടാൽ തന്നെ വിചിത്രമെന്ന് തോന്നിക്കുന്ന വാദമുഖങ്ങളൊക്കെ കോടതിയിൽ ഉയരുകയുണ്ടായല്ലോ സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന്. വിഷ്ണു, ഉന്മേഷ്, വിചിത്രമായ വാദങ്ങളെന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാനാവൂ. അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ജാനകി എന്ന പെൺകുട്ടി, കഥാപാത്രം ചെയ്യുന്ന കുട്ടി ഈ സിനിമയിൽ ഒരു റേപ്പ് വിക്ടിമായാണ് അഭിനയിപ്പിച്ചിരിക്കുന്നത്. അത് സീതാദേവിയുടെ അന്തസ്സിനെയും പവിത്രതയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. മതവിദ്വേഷം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അങ്ങനെ ഒരു പേര് തെരഞ്ഞെടുത്തത്. ഈ ക്യാരക്ടറിനെ ക്രോസ് എക്സാമിൻ ചെയ്യുന്നത് അത് ഒരു ഇതര മതത്തിൽപ്പെട്ട ഒരാളാണ്. അയാൾ ഈ ജാനകി എന്ന കഥാപാത്രത്തിനോട് ലൈംഗിക ശേഷിയെ കുറിച്ചുള്ള ചോദ്യങ്ങളടക്കം ചോദിക്കുന്നുണ്ട്. ഇത് മതവിദ്വേഷം പരത്തും തുടങ്ങിയ വാദങ്ങളാണ് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ ഈ വാദങ്ങളുടെ ഒരു മെറിറ്റിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കോ ഒന്നും വാദം നീണ്ടില്ല. മറിച്ച് ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഒരു ചർച്ച നടന്നു. അത് സെൻസർ ബോർഡ് മുന്നോട്ട് വെച്ച 2 സമവായ നീക്കങ്ങൾ, ആ സമവായ നീക്കങ്ങൾ അണിയറ പ്രവർത്തകർ അംഗീകരിച്ചു. നേരത്തെ 96 കട്ടുകൾ ഉണ്ടാകുമെന്ന്, ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് 96 കട്ടുകളൊക്കെ വേണമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞിരുന്നതായാണ് സിനിമ
സിനിമയുടെ സംവിധായകനടക്കം വ്യക്തമാക്കിയത്. പക്ഷെ അതിൽ നിന്നെല്ലാം സെൻസർ ബോർഡ് പിന്നോട്ട് പോയി 2 നിർദ്ദേശങ്ങൾ മാത്രമാക്കി ചുരുക്കി. ആ 2 നിർദ്ദേശങ്ങളും അണിയറ പ്രവർത്തകർ പറഞ്ഞു. അപ്പോഴും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലേ ഇത് എന്ന ചോദ്യം അവിടെ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ മുരട്ടിലേക്കൊക്കെ ഒരുപക്ഷെ സിനിമാ സംഘടനകൾ അത്തരം ചർച്ചകളൊക്കെ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.